ഹരി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭാവത്തെക്കുറിച്ചാണ്. ആരാണ് ഗുരുവായൂരപ്പൻ? ഈ ചോദ്യം ഒരു സാധാരണ ഭക്തനോട് നമ്മൾ ഇന്ന് ചോദിച്ചാൽ ഉടനെ കിട്ടുന്ന മറുപടി ഉണ്ണിക്കണ്ണൻ എന്നായിരിക്കും. എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളെ നിരീക്ഷിച്ചാൽ അതെല്ലാം തന്നെ മഹാവിഷ്ണുവിനുള്ളതാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യം എന്തുകൊണ്ടുണ്ടായി? ഈ ഒരു സംശയം പൊതുവെ ഭക്തരുടെ മനസ്സിൽ ജനിക്കാറുണ്ട്. അതിന് ഇന്ന് പ്രചരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഉത്തരം പൂന്താനത്തിൻ്റെ ഉപാസനയാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ട് മഹാവിഷ്ണു ഭാവത്തിലായിരുന്നു ഗുരുവായൂരപ്പൻ എന്നും പിന്നീട് പൂന്താനം തിരുമേനി പുത്രൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ എന്ന ഭാവത്തിൽ പുത്രനായി കണ്ട് ഉപാസിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ സംതൃപ്തനായ സംപ്രീതനായ ഗുരുവായൂരപ്പൻ സ്വയം ആ ഭാവത്തെ സ്വീകരിച്ചുവെന്നും അതിൽ അദ്ദേഹത്തിന് ദർശനം നൽകി അനുഗ്രഹിച്ചുവെന്നും പിന്നീട് അതേ ഭാവത്തിൽ ഇവിടെ തുടർന്നുവെന്നുമാണ് ആ കഥ. ഇത് വളരെയധികം പ്രചരിച്ചിട്ടുള്ള ഒരു ആശയമാണ്. ഈ ആശയം ആദ്യമായി കാണുന്നത് പ്രൊഫസർ KV കൃഷ്ണയ്യരുടെ ഒരു ലേഖനത്തിലാണ്. അതിനു മുമ്പ് ഉണ്ടോ എന്നറിയില്ല. അന്വേഷിച്ചപ്പോൾ ആദ്യമായി കണ്ടത് ഈ ലേഖനത്തിലാണ്. ജേർണൽ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ്. ഗുരുവായൂരിൻ്റെ ചരിത്രത്തെ ചെറുതായി ചുരുക്കി ഒന്ന് വർണ്ണിക്കുന്ന ഒരു ലേഖനമാണ്. അതിലെ ഗുരുവായൂരിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇവിടെ മഹാവിഷ്ണു ഭാവത്തിലാണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് പൂന്താനവും കുരൂരമ്മയും ഒക്കെ ആയിരിക്കാം ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിൽ നിന്നും ഉണ്ണിക്കണ്ണനാക്കി മാറ്റിയതെന്ന്. അദ്ദേഹം മഹാപണ്ഡിതനായ മഹാജ്ഞാനിയായ ഒരു ചരിത്രകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കിന് വളരെയധികം പ്രസക്തി ലഭിച്ചു. അതുകൊണ്ട് തന്നെ അതൊരു ചരിത്ര സത്യമായി തന്നെ ഇന്ന് പലയിടത്തും പ്രചരിക്കുന്നു. അതിലെ ചരിത്രത്തെ എടുത്തു മാറ്റിവെച്ചാൽ പൂന്താനം എന്ന ഭക്തനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ ഒരു പ്രസ്താവന അധികം യുക്തമല്ല എന്ന് പറയേണ്ടി വരും. കാരണം പൂന്താനം ഒരു സാധാരണ ഭക്തനായിരുന്നില്ല. അദ്ദേഹം ഭക്തോത്തമനായിരുന്നു. ഭക്തോത്തമൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പാരമ്യത്തിലെത്തിയവൻ, ഭക്തിയുടെ പൂർണ്ണത സിദ്ധിച്ചവൻ. അങ്ങനെയുള്ള ആൾക്ക് ഭഗവാൻ ഭക്തൻ എന്ന ഭേദമില്ല. അഭേദമായ തലത്തിൽ അദ്വൈതമായ തലത്തിൽ ആനന്ദം മാത്രം നുകരുന്ന ഭാവമാണ്. അങ്ങനെയുള്ളവർക്ക് സൂക്ഷ്മദൃഷ്ടി ഉണ്ടാവും. അവർക്ക് ക്ഷേത്ര മര്യാദകളെ കുറിച്ചുള്ള ബോധവും ഉണ്ടാവും. അവർ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടെയുള്ള ചൈതന്യത്തെ അനുഭവിച്ചറിയുകയും ചെയ്യും. സാധാരണ ആളേക്കാൾ കൂടുതൽ അവർക്ക് അതിനുള്ള ശേഷിയുണ്ടാവും. ഇപ്പൊ ക്ഷേത്ര മര്യാദകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദേവത ഏത് ഭാവത്തിലാണോ ആ ഭാവത്തെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ഉപാസിക്കാൻ. അപ്പൊ പൂന്താനത്തെ പോലെ ഒരു മഹാഭക്തൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെയുള്ള ഭാവത്തെ മാറ്റും എന്ന് പറയുന്നത് ഒരിക്കലും യുക്തമല്ല. പൂന്താനം ഇവിടെ വന്ന് ഉണ്ണിക്കണ്ണ ഭാവത്തിലാണ് ഗുരുവായൂരപ്പനെ ഉപാസിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ചൈതന്യം ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, ബാലഭാവത്തിലുള്ള നാരായണൻ തന്നെയാണ് എന്ന് വേണം അനുമാനിക്കാൻ. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പൊ പൂന്താനം അദ്ദേഹത്തിന്റെ മഹിമയെ ഓർത്തുകൊണ്ട് അദ്ദേഹം ഇവിടെ ദർശിച്ചത് ബാലഭാവത്തിലുള്ള നാരായണനെയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഭേദം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം അവശേഷിക്കുന്നു. അതായത് പൂജാക്രമങ്ങളെല്ലാം മഹാവിഷ്ണുവിനും എന്നാൽ ഭാവം നാരായണ ഉണ്ണിക്കണ്ണന്റെ ഭാവവും. ഈ ഭേദം എന്തുകൊണ്ടുണ്ടായി? ഇതിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ക്ഷേത്രമര്യാദയുടെ കാര്യം പറഞ്ഞു. പൂന്താനത്തിന് അതറിയാം, അദ്ദേഹം അത് പാലിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ക്ഷേത്രം? ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥമെടുത്താൽ ക്ഷയത്തിൽ നിന്നും രക്ഷ നൽകുന്നതെന്തോ, ക്ഷയാത്രായത്തെ ഇതി ക്ഷേത്ര. ക്ഷയം എന്നാൽ നാശം. രണ്ട് തലത്തിൽ ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, ശരീരത്തിന്റെ തലത്തിൽ നോക്കിയാൽ ശരീരത്തിന് ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, നശ്വരമാണത്. അപ്പൊ അതിന് രക്ഷ നൽകണമെങ്കിൽ അതിന് പോഷണം ലഭിക്കണം. അപ്പൊ പോഷണം നൽകുന്നതെന്തോ അതാണ് ക്ഷേത്രം. ആദ്യകാലങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിരുന്നത് വയലുകളെ സൂചിപ്പിക്കാനാണ്, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാനാണ്. കാരണം അവിടെ നിന്നും ലഭിക്കുന്ന അന്നമാണ് ശരീരത്തെ പോഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ അന്നം മണ്ണിൽ നിന്നും വിളഞ്ഞ് തങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയ ഭാരതീയർ
ആ കൃഷിയിടത്തിൽ ആ ശക്തിയെ ഉപാസിച്ചു. നമ്മുടെ ആരാധന തുടങ്ങുന്നത് അവിടെയാണ്. അതുകൊണ്ട് ആ ഇടത്തെ ക്ഷേത്രം എന്ന് വിളിച്ച് അവിടെ ഉപാസന നടത്തി. ക്രമേണ നമ്മുടെ ഉപാസനയ്ക്ക് കൂടുതൽ കൂടുതൽ വ്യക്തത വന്നു, അത് കൂടുതൽ ചിട്ടപ്പെട്ടു. ആ സമയത്ത് വെറുതെ വയലിൽ ഉപാസന നടത്തുന്നതിന് പകരം പ്രത്യേകമായ ഒരു നിർമ്മിതി നടത്തി പ്രത്യേകമായ രീതിയിൽ അവിടെ ഉപാസന നടത്തണം എന്ന ബോധം മനുഷ്യനുണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത്. ഇന്നും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് കൃഷിയിടങ്ങളിലാണ്. അതായത് കൃഷിക്ക് യോഗ്യമായ മണ്ണിൽ വേണം ക്ഷേത്രം നിർമ്മിക്കാൻ എന്നാണ് തന്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ബന്ധം അവിടെ തന്നെയുണ്ട്. ഇന്നത്തെ ക്ഷേത്രവും പോഷിപ്പിക്കുന്ന ഇടമാണ്. അത് ശരീരത്തെയും മനസ്സിനെയും പോഷിപ്പിക്കും. പോരാത്തതിന് അത് ആത്മാവിനെയും പോഷിപ്പിക്കും. ആത്മാവിനെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആത്മാവിന് അതിൻ്റെ പൂർണ്ണതയെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്ന സ്ഥലമായി ക്ഷേത്രം ഇന്ന് വർത്തിക്കുന്നു. ഈ ക്ഷേത്രം ദേഹമാണ്. ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്. ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ദേഹത്തെ ക്ഷേത്രമായി മനസ്സിലാക്കിയാൽ അതിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ദേവത. അവൻ സൂക്ഷ്മമായി അവൻ്റെ ഉള്ളിൽ നടത്തുന്ന ആ ചൈതന്യത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതാണ് അവൻ്റെ സാധന. അതാണ് അവൻ്റെ ഉപാസന. അതിലൂടെ അവന് സിദ്ധിക്കുന്നത് തന്നെ തന്നെയുള്ള ദർശനമാണ്, ആത്മദർശനമാണ്. ഇതാണ് സിദ്ധി, അതിൻ്റെ പൂർണ്ണത. എന്നാൽ ഇത് വളരെ സൂക്ഷ്മമായ പ്രക്രിയയാണ്. എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നശ്വരതയിൽ നിന്നുമുള്ള മോചനം, അതായത് സംസാരം നശ്വരമാണ്, അതിൽ നിന്നുമുള്ള മോചനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മസാക്ഷാത്കാരം, അത് നേടാൻ സാധാരണക്കാർക്ക് പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അവർക്ക് ഈ തത്വത്തെ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് സ്ഥൂലവത്കരിക്കേണ്ട ആവശ്യമുണ്ടെന്ന ധാരണയിലാണ് ക്ഷേത്രത്തെ ഇത്രയും ചിട്ടപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യദേഹത്തെ ഏതുപോലെ പ്രകൃതി നിർമ്മിക്കുന്നുവോ അതേപോലെ അവർ ദേവന്റെ ദേഹത്തെ നിർമ്മിക്കുകയാണ്. ക്ഷേത്രത്തിലുള്ളതാരാ എന്ന് ചോദിച്ചാൽ പൊതുവെ പറയുക ഈശ്വരൻ എന്നാണ് ഉത്തരം. അത് ശരിയുമാണ്. എന്നാൽ ഈശ്വരൻ എന്നതും ദേവൻ എന്നതും തമ്മിൽ ടെക്നിക്കലായി വ്യത്യാസമുണ്ട്. ബ്രഹ്മവും ജീവനും തമ്മിൽ ഭേദമുള്ള പോലെ ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ്, എല്ലാ സ്ഥലത്തും ഉണ്ടത്. എന്നാൽ ഓരോ ഇടത്തും പ്രത്യേകമായ രീതിയിൽ അതത് ഉപകരണങ്ങളുടെ ഗുണങ്ങൾക്കനുസരിച്ച് ആ ചൈതന്യം ശോഭിക്കുമ്പോൾ അത് ജീവനാകുന്നു. ഉദാഹരണത്തിന് വൈദ്യുതിയെ എടുക്കാം. വൈദ്യുതി പല ദിക്കിലൂടെയും പ്രവഹിക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു ബൾബിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് പ്രകാശമായിട്ടാണ്. ഒരു റേഡിയോയിലൂടെ പ്രകടമാകുന്നത് ശബ്ദമായിട്ടാണ്. ഒരു ഫാനിലൂടെ പ്രകടമാകുന്നത് വായുവായിട്ട്, കാറ്റായിട്ടാണ്. അപ്പോൾ ഒരേ വൈദ്യുതി ഉപകരണങ്ങളുടെ ഭേദമനുസരിച്ച് ഭേദഭാവത്തെ പ്രകടമാക്കുന്നു. അതേപോലെ ഒരേ ഈശ്വരൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. പക്ഷെ സൂക്ഷ്മമായതുകൊണ്ട് ആർക്കും കാണാൻ പറ്റാത്തതാണ്. അതിനെ കാണാൻ പറ്റുന്ന ഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ക്ഷേത്രം എന്ന ദേഹം നിർമ്മിച്ചുകൊണ്ട്. അപ്പോൾ ആ ക്ഷേത്രം എന്ന ദേഹത്തിൽ ആ ചൈതന്യം പ്രകാശിക്കുമ്പോൾ അത് ദേവതയാകുന്നു. ദേവനോ ദേവിയോ ആകാം. അത് ഏത് ഭാവത്തിൽ പ്രതിഷ്ഠിച്ചുവോ അതനുസരിച്ചിരിക്കും. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ദേഹമാണ്. 5 പ്രാകാരങ്ങൾക്ക് നടുവിൽ ശ്രീകോവിലിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. വിഗ്രഹത്തിന്റെ താഴെ ഷഡാധാര പ്രതിഷ്ഠയുണ്ടാവും. ആ ഷഡാധാര പ്രതിഷ്ഠ നമ്മുടെ ചക്രങ്ങളുടെ പ്രതിനിധികളാണ്, പ്രതീകങ്ങളാണ്. അപ്പോൾ നമ്മുടെ ദേഹം ഏതുപോലെയാണോ പ്രകൃതി ക്രമീകരിച്ചിട്ടുള്ളത് അതേപോലെയാണ് ദേവന്റെ ദേഹത്തെയും ക്രമീകരിക്കുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. എന്നാൽ അതേ ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ട് നിർത്തിയാൽ ഏറ്റവും മുകളിൽ ഉണ്ടാകുന്നത് ശ്രീകോവിലും ഏറ്റവും താഴെ ഉണ്ടാകുന്നത് ഗോപുരവുമാണ്. ആ ഗോപുരം ഭഗവാന്റെ പാദമാണ്. അതുകൊണ്ടാണ് ഗോപുരം കണ്ടാൽ ആൾക്കാർ പണ്ട് തൊഴുന്നത്. കാരണം അത് മുഴുവൻ, ക്ഷേത്രം മുഴുവൻ ഭഗവാന്റെ ദേഹമാണ്. അപ്പൊ നമ്മൾ ക്ഷേത്രത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാനെയാണ് കാണുന്നത്. ഇന്ന് പലരും അത് മനസ്സിലാക്കാറില്ല. അവര് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ അകത്ത് ആ വിഗ്രഹത്തിൽ മാത്രമേ ദേവൻ ഉള്ളൂ എന്ന ഭാവത്തിലാണ് അവർ പോകുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലൊക്കെ നിൽക്കുമ്പോൾ വർത്തമാനം പറഞ്ഞ ആൾക്കാർ നടക്കുന്നത്. ശ്രദ്ധയില്ല അവർക്ക്. അവർ നിൽക്കുന്നത് ഭഗവാന്റെ, ആ ദേവന്റെ ദേഹത്തിന്റെ ഉള്ളിലാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവണം. അത്രയും പരിശുദ്ധമായ ഒരു സ്പേസിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ശുദ്ധി നിലനിർത്താൻ ഇത്രയും ക്രിയകൾ നടക്കുന്നത്. അപ്പൊ ദേവന്റെ ദേഹമാണ്. അപ്പൊ നമ്മുടെ ദേഹത്തിന് ഓരോ അംഗങ്ങൾ ഉള്ളതുപോലെ ദേവന്റെ ദേഹത്തിനും അംഗങ്ങളുണ്ട്.
അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. 5 പ്രാകാരങ്ങൾ, അതിൻ്റെ നടുവിൽ ശ്രീകോവിൽ. അതിനെ നമുക്ക് നിവർത്തി നിർത്തിയാൽ ആ നിവർത്തി നിർത്തിയതിൻ്റെ നട്ടല് സുഷുമ്നയായിട്ടാണ് നമ്മൾ ധ്വജസ്തംഭത്തെ സങ്കല്പിക്കുന്നത്. ആ ധ്വജസ്തംഭത്തിൽ നമ്മുടെ സുഷുമ്നയിലൂടെ കുണ്ടലിനി ഉണരുന്ന പോലെ, സാധന ചെയ്ത് ചെയ്ത് നമ്മൾ കുണ്ടലിനിയെ ഉണർത്തുന്നത് പോലെ ധ്വജസ്തംഭത്തിലൂടെ കുണ്ടലിനി ഉണരുന്നതാണ് ഉത്സവം. മുകളിലേക്കുള്ള ഒഴുക്ക് എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ കുണ്ടലിനി ആ ദേവന്റെ ദേഹത്തിലുള്ള ചൈതന്യത്തിന്റെ ഉണർവാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചൈതന്യവർദ്ധനവിന് വേണ്ടിയാണ് ഉത്സവം നടത്തുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ആ ചൈതന്യത്തെ ഉണർത്തി അത് സഹസ്രാരത്തിൽ എത്തുമ്പോൾ അമൃതവർഷം ഉണ്ടാകുന്നു. ആ അനുഭവം നമുക്ക് അകത്ത് കിട്ടുന്നതാണ്. പക്ഷെ അത് സിദ്ധിക്കാത്ത സാധാരണക്കാർക്ക് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ചെല്ലുമ്പോൾ അത് അനുഭവിക്കാൻ സാധിക്കും. കാരണം ചൈതന്യം അവിടെ അങ്ങനെ പ്രവഹിക്കും. അപ്പൊ അകത്ത് നടക്കുന്ന സൂക്ഷ്മ തത്വങ്ങളെ പുറത്തേക്ക് ആവിഷ്കരിക്കുന്ന പ്രക്രിയയാണ് ക്ഷേത്ര നിർമ്മിതികൾ. അപ്പൊ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ആ വ്യക്തി ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠത്തിന്റെ ബീജം എന്തെന്ന് ചോദിച്ചാൽ സങ്കല്പമാണ്. ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ആ സങ്കല്പം അത് സങ്കല്പിച്ച ആൾക്ക് വ്യക്തമായി ഉള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഭാവം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സങ്കല്പത്തിൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ച് അതിന് ഇന്ന ഇന്ന പദ്ധതികൾ, അവിടുത്തെ ദേവന്റെ സവിശേഷതകൾ ഇന്നതൊക്കെയാണെന്നും അതിനനുസരിച്ച് ഇന്ന ഇന്ന ക്രമങ്ങൾ അവിടുത്തെ ആരാധനയ്ക്ക് വേണമെന്നും അയാൾ ചിട്ടപ്പെടുത്തും. ഈ ക്രമത്തിന് പറയുന്ന പേരാണ് തന്ത്രം. അപ്പൊ ഈ തന്ത്രം നൽകിയത് കൊണ്ട് അയാൾ തന്ത്രിയാകുന്നു. അങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ തന്ത്രിയായി അയാൾ അവരോധിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ ക്ഷേത്രത്തിന്റെ ദേവന്റെ ഭാവത്തിനനുസരിച്ചിട്ടാണ് അവിടുത്തെ തന്ത്രം. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോ ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണെന്ന് കരുതുക. ആ വിഗ്രഹം ഒരേ രൂപത്തിലുള്ള വിഗ്രഹം പല സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. ഒരു സാധാരണക്കാരൻ ചെന്ന് നോക്കുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലായിടത്തും. എന്നാൽ അതിൽ സൂക്ഷ്മമായ വ്യത്യാസമുണ്ടാകും. ഒരു സ്ഥലത്ത് ശ്രീകൃഷ്ണൻ കൂട്ടുകാരൊത്ത് കളിക്കുന്ന ഭാവത്തിലായിരിക്കും. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം രാസക്രീഡ ആടുന്ന ഭാവത്തിലായിരിക്കും. വേറൊരു സ്ഥലത്ത് അസുര നിഗ്രഹം നടത്തുന്ന ഭാവത്തിലായിരിക്കും. അപ്പോൾ ഒരേ കൃഷ്ണനാണെങ്കിലും ഭാവവ്യത്യാസമുണ്ട്. സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ തന്ത്രം മാറും. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോ ദേവനും സവിശേഷതയനുസരിച്ച്, അല്ലാതെ ഒരേ തന്ത്രം എല്ലാ സ്ഥലത്തും നടത്തിയിരുന്നില്ല പണ്ട് കാലത്ത്. എന്നാൽ കാലക്രമേണ തന്ത്രസമുച്ചയം പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പ്രചാരം കാരണം ക്രമേണ ഒരു യൂണിഫോമിറ്റി വന്നു. എല്ലാ ദേവതകളെയും ഒരേ രീതിയിൽ ഉപാസിക്കുന്ന ക്രമം വന്നു. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാം വിഷ്ണുവായി കണ്ട് വിഷ്ണുവിന് കൊടുക്കുന്ന ഉപാസന കൊടുക്കും. വിഷ്ണുവിന് തന്നെ പല ഭാവങ്ങളുണ്ടാവും. ആ ഭേദം കൽപ്പിക്കാതെ ഒരേ രീതിയിൽ ഉപാസന നടത്തുന്ന തലത്തിലേക്ക് ഇന്ന് നമ്മൾ വന്നു. കാലക്രമേണ സംഭവിച്ചതാണത്. എന്നാൽ പണ്ട് കാലത്ത് ഓരോ ദേവതയ്ക്കും സവിശേഷമായ രീതിയിലുള്ള ഉപാസനാക്രമമായിരുന്നു. അപ്പോൾ ക്ഷേത്രം തോറും അത് മാറിയിരുന്നു. അപ്പൊ കാവിന്റെ സങ്കല്പവും ക്ഷേത്ര സങ്കല്പവും വ്യത്യസ്തമാണ്. അപ്പൊ കാവിന് കാവിൻ്റെതായ രീതിയിലും ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെതായ രീതിയിലും അതിൽ തന്നെ ഓരോ ദേവതയുടെയും ഭേദം അനുസരിച്ചിട്ടും ഒക്കെയായിരുന്നു പണ്ട്. ഇന്നെല്ലാം ഒന്നാക്കാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യൻ. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും പ്രത്യേകമായ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ക്ഷേത്ര മര്യാദ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലുള്ള ദേവന്റെ ഭാവം എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപാസന നടത്തുകയാണ്. അപ്പൊ അത് അവിടുത്തെ പൂജാക്രമങ്ങളിലും ഉണ്ടാവണം, വരുന്ന ഭക്തരുടെ ഭാവത്തിലും ഉണ്ടാവണം. അപ്പൊ പൂന്താനം ആ മര്യാദ അറിയുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരാണ് ഇരിക്കുന്നത്? ഇവിടുത്തെ സങ്കല്പം എന്താണ്? ഇത് നമുക്ക് എങ്ങനെ, ഇപ്പൊ ചരിത്ര രേഖകളിൽ ഇത് എഴുതിപ്പെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി വായിക്കാം. അത് നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. പകരം നമുക്ക് കിട്ടുന്നത് 2 രീതിയാണ് ഈ സത്യം മനസ്സിലാക്കാൻ. ഒന്ന്, ഉപാസനയുടെ ബലം കൊണ്ട് നമ്മൾ വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാകും. അപ്പൊ ചൈതന്യത്തിന്റെ പ്രവാഹം ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഉപാസന ബലമുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവർക്കറിയാം ഇവിടെ ദേവന് ഇന്ന സവിശേഷതയാണ്, ഇന്ന ഭാവത്തിലാണ്. അപ്പോൾ ആരാധനയിലൊക്കെ തെറ്റ് വരുന്ന സമയത്ത് അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്കിത് മനസ്സിലാക്കാം. ഇനി ഇതല്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു വഴിയുണ്ട്. അതാണ് ഐതിഹ്യം. ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യമുണ്ടാവും. ആ ഐതിഹ്യം പലപ്പോഴും യുക്തിക്ക് പോലും നിരക്കുന്നതായിരിക്കില്ല. ചരിത്രപരമായൊക്കെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ആ ഐതിഹ്യത്തെ അതേപോലെ സത്യമായി സ്വീകരിച്ചുകൊണ്ട് ഭക്തർ പ്രചരിപ്പിക്കും. അതിനുള്ള കാരണം ആ ഐതിഹ്യ കഥയുടെ ഉള്ളിൽ ആ ദേവന്റെ സങ്കല്പത്തിന്റെ രഹസ്യമുണ്ടാവും. അപ്പോൾ ഗുരുവായൂരപ്പന്റെ
സങ്കല്പ രഹസ്യം, ഗുരുവായൂരപ്പൻ്റെ ഭാവരഹസ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഐതിഹ്യം നമുക്ക് പരിശോധിക്കാം. ഗുരുവായൂരപ്പൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ വിഗ്രഹം ആദ്യമായി പ്രകടമായത് ബ്രഹ്മാവിൻ്റെ മുമ്പിലായിരുന്നു. സൃഷ്ടി നടത്തണമെന്ന് ബ്രഹ്മാവ് ആഗ്രഹിച്ചിരുന്നു. അതിനുള്ള ശേഷി തനിക്കുണ്ടോ എന്നറിയാതെ പകച്ചു നിന്നിരുന്നു. ആ സമയത്ത് നാരായണനിൽ നിന്നും, സൂക്ഷ്മമായ ആ ചൈതന്യത്തിൽ നിന്നും പ്രകടമായതാണ് ഈ വിഗ്രഹം. ഈ വിഗ്രഹത്തെ ബ്രഹ്മാവ് ഉപാസിച്ചു. നന്നായി ഉപാസിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് സിദ്ധി വന്നു. ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയാണ് വിശ്വം. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് എന്തിനു വേണ്ടിയാണ് ഉപാസിച്ചത്? സൃഷ്ടി നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ സൃഷ്ടി എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ പുത്രനായി, ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ പുത്രന് വേണ്ടിയാണ് ബ്രഹ്മാവ് ഉപാസിച്ചത്. ഉപാസിച്ചതിലൂടെ ബ്രഹ്മാവിന് ലഭിച്ച പുത്രനാരാ? വിശ്വമാണ്. വിശ്വം എന്നാൽ വിഷ്ണു തന്നെ, നാരായണൻ തന്നെ. സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വമാണ്. അപ്പോൾ ഭഗവാനെ ഉപാസിച്ചു പുത്രനു വേണ്ടി. ഭഗവാൻ തന്നെ പുത്രനായി ലഭിച്ചു. അത് കഴിഞ്ഞ് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. കുറേ കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് പൃഷ്ണിയും സുതപസ്സും ഇതുപോലെ ഭഗവാനെ പുത്രന് കിട്ടാൻ വേണ്ടി ഉപാസിക്കാൻ തയ്യാറായി. ആ സമയത്ത് ബ്രഹ്മാവ് അവർക്ക് ഈ വിഗ്രഹം കൊടുത്തു. അവരും ഈ വിഗ്രഹത്തെ ഉപാസിച്ചു. അവർക്കും ഭഗവാൻ തന്നെ പുത്രനായി ജനിച്ചു, പൃഷ്ണി ഗർഭനായി. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദിതിയും കശ്യപനും ഇതേപോലെ ഇതേ വിഗ്രഹത്തെ ഉപാസിച്ചു. വാമനനെ മകനായി നേടി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ദേവകിയും വസുദേവരും ഇതേ വിഗ്രഹത്തെ ഉപാസിച്ചു. അവർക്ക് ഭഗവാൻ തന്നെ പുത്രനായി ലഭിച്ചു. അതാണ് ശ്രീകൃഷ്ണൻ. അവരോടൊപ്പം കഴിയുന്ന കാലത്ത് ഭഗവാൻ കൃഷ്ണനും ഈ വിഗ്രഹത്തെ ഉപാസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് സ്വർഗാരോഹണത്തിന്റെ സമയമായപ്പോൾ, ദ്വാരക ലയിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തൻ്റെ പ്രിയ സുഹൃത്തും ശിഷ്യനുമായ ഉദ്ധവനെ വിളിച്ച് അദ്ദേഹത്തിന് ഈ വിഗ്രഹം കൊടുത്തു. ഇത് സംരക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഉദ്ധവര് ബദ്രികാശ്രമത്തിലേക്ക് പോവാനിരിക്കുകയാണ് ഭഗവാന്റെ ഉപദേശപ്രകാരം. അപ്പൊ ബദ്രികാശ്രമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വിഗ്രഹത്തെ ഉദ്ധവര് തൻ്റെ ഗുരുദേവന് കൊടുത്തു. ഉദ്ധവരുടെ ഗുരു ബൃഹസ്പതിയാണ്, ദേവഗുരുവായ ബൃഹസ്പതിയാണ്. ബൃഹസ്പതി ഈ വിഗ്രഹത്തിന് പറ്റിയ സ്ഥാനം കണ്ടെത്താൻ തൻ്റെ ശിഷ്യനെ നിയോഗിച്ചു, വായുദേവനെ. എല്ലായിടത്തും ഉള്ളവനാണ് വായു. അതുകൊണ്ട് എല്ലാ സ്ഥലത്തെക്കുറിച്ചും വായുവിന് ബോധമുണ്ടാവും. അപ്പോൾ വായു എല്ലാ സ്ഥലവും നിരീക്ഷിച്ച് ഏറ്റവും പവിത്രമായ സ്ഥലം ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് തൻ്റെ ഗുരുവിനെയും കൂട്ടി അങ്ങോട്ട് വന്നു. അതാണ് ഈ സ്ഥലം. ഇവിടെ വന്ന് വായുവും ഗുരുവും ഇറങ്ങി. ഇവിടെ ദേവിയുടെ സാന്നിധ്യവുമുണ്ട്, പരമശിവന്റെ സാന്നിധ്യവുമുണ്ട്. പരമശിവൻ തീർത്ഥക്കുളത്തിലാണ് വസിക്കുന്നത്, ദേവി പീഠത്തിലാണ് ഇരുന്നിരുന്നത്. യോഗമായ ഭഗവതിയാണ്, വനദുർഗാഭാവത്തിലാണ് ഇവിടെ ഇരുന്നത്. ആ അമ്മ തൻ്റെ പീഠം ആ ഭഗവാന്റെ വിഗ്രഹത്തിന് വേണ്ടി മാറ്റിക്കൊടുത്ത് ഇടത്ത് അരികത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെ ഇടത്തരികത്ത് കാവിലമ്മയായി അമ്മ മാറി. രുദ്രൻ ഗുരുവും വായുവും കൊണ്ടുവന്ന വിഗ്രഹം സ്വയം ആ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് കുറച്ചപ്പുറത്ത് മാറിയിരുന്നു. അത് മമ്മിയൂരായി, അവിടെ അദ്ദേഹം മമ്മിയൂരപ്പനായി ഇരുന്നു. അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രം ഉദ്ഭവിച്ചതെന്നും ഗുരുവായൂരപ്പൻ്റെ ആവിർഭാവം ഇവിടെ അങ്ങനെയാണ് ഉണ്ടായതെന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിലൂടെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഗുരുവായൂരപ്പനെ, ഒരു വിഗ്രഹത്തെ ഒരു സാധകൻ ഉപാസിച്ചാൽ, ഒരു മൂർത്തിയെ ഒരു സാധകൻ ഉപാസിച്ചാൽ ആ ഉപാസനയുടെ ഫലമായി ആ സാധകന് ആ മൂർത്തിയുടെ ദർശനം ലഭിക്കും, പ്രത്യക്ഷമായ ദർശനം ലഭിക്കും. ആ ദർശനം ലഭിക്കുമ്പോൾ ഏതു ഭാവത്തിലാണോ താൻ ഉപാസിച്ചത് ആ ഭാവത്തിൽ തന്നെയാണ് ദർശനം ലഭിക്കുക. അപ്പൊ ഇവിടെ ഈ വിഗ്രഹത്തെ ഉപാസിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉപാസനയുടെ ഫലമായി അവർക്കുണ്ടായ ദർശനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ വിഗ്രഹത്തിന്റെ ഭാവം എന്താണെന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് ഭാഗ്യവശാൽ നമുക്കൊരു രേഖയുണ്ട്, അതാണ് ശ്രീമദ് ഭാഗവതം. അതായത് ദേവകിയും വസുദേവരും നടത്തിയ ഉപാസനയുടെ ഫലമായി അവർക്ക് ഭഗവാന്റെ ദർശനം എങ്ങനെ ലഭിച്ചുവെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഭഗവാന്റെ അവതാരം ഭാഗവതം വർണ്ണിക്കുന്നുണ്ട് 10ാം സ്കന്ധത്തിൽ. ആ വർണ്ണന നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടായ ദർശനം നമുക്ക് മനസ്സിലാവും. ആ ദർശനം മനസ്സിലായാൽ അതാണ് ആ മൂർത്തിയുടെ ഭാവം എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. അപ്പൊ ഗുരുവായൂരപ്പന്റെ യഥാർത്ഥ ഭാവം എന്താണെന്നുള്ള ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് വിചിന്തനം ചെയ്യാം. ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ആവിർഭാവമാണ്, ഉണ്ണിക്കണ്ണന്റെ, ഭഗവാൻ കൃഷ്ണന്റെ ആവിർഭാവമാണ് ഭാഗവതം പറയുന്നത്. അത് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്.
നിഷീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. ഇവിടെ ഇരുട്ട് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഭാവത്തെ പ്രാപിക്കുന്ന സമയത്ത്, അതായത് അർദ്ധരാത്രി, ആ അർദ്ധരാത്രിയാണ് ജനിച്ചത്. ആരാണ് ജനിച്ചത്? ജനാർദ്ദനേ, ജനാർദ്ദനനാണ് ജനിച്ചത്. അർദ്ദന ശബ്ദത്തിന് ഗതി എന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങളുടെ ഗതിയായിരിക്കുന്നവൻ ആരോ, ജനങ്ങൾക്ക് പരമമായ ശരണാഗതി ആരാണോ, ആരിലാണോ അവർക്ക് അവസാനമായ ശരണം ലഭിക്കുന്നത്, അവരുടെ പ്രാപ്യസ്ഥാനമായി ആരാണോ, അവർക്ക് പോകേണ്ട വഴിയായി വർത്തിക്കുന്നത് ആരാണോ, അവനെല്ലാം ജനാർദ്ദനൻ, ആ പരബ്രഹ്മ വസ്തു, ആ നാരായണൻ തന്നെയാണ് അവിടെ അവതരിച്ചത്. ഇവിടെ പറയുന്ന പേര് ജനാർദ്ദന എന്ന ആ ശബ്ദത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം തന്ത്രത്തില് വിഷ്ണുവിന് 24 രൂപഭേദങ്ങളുണ്ട് വിഗ്രഹങ്ങൾക്ക്. വിഷ്ണു വിഗ്രഹങ്ങൾക്ക് 24 ഭേദങ്ങളുണ്ട്. അതിൽ ഒരു ഭേദത്തിൻ്റെ പേര് ജനാർദ്ദനൻ എന്നാണ്. 24 എണ്ണത്തിൽ അതിൻ്റെ പ്രത്യേകത, അതായത് അതിൽ ആയുധങ്ങൾ ധരിച്ചതിൻ്റെ ക്രമത്തിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസത്തിലാണ് ഈ ഭേദങ്ങൾ വരുന്നത് വിഷ്ണു രൂപത്തിന്. അപ്പോൾ അവിടെ ജനാർദ്ദന ഭാവത്തിൽ മുകളിൽ 2 കൈയിൽ, വലത്തെ കൈയിൽ ചക്രവും ഇടത്തെ കൈയിൽ ശംഖുമുണ്ടാവും. താഴെയുള്ള 2 കൈയിൽ, വലത്തെ കൈയിൽ താമരയും ഇടത്തെ കൈയിൽ ഗദയും ഉണ്ടാവും. ഈ ഭാവത്തിലുള്ള വിഗ്രഹത്തെ, വിഷ്ണു വിഗ്രഹത്തെ ജനാർദ്ദന വിഗ്രഹം എന്നാണ് പറയുക. ഇവിടെ ഭാഗവതത്തിൽ അവർക്കുണ്ടായ ദർശനം, അവരുടെ മുമ്പിൽ അവിടെ അവതരിച്ചത് ജനാർദ്ദനനാണെന്ന് എടുത്തു പറയുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിലുള്ള വിഗ്രഹം ഈ 24 രൂപങ്ങളിൽ ജനാർദ്ദന രൂപത്തിലുള്ളതാണ്. അപ്പൊ അവിടെ ജനാർദ്ദനൻ ജനിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെയുള്ള മൂർത്തി തന്നെയാണ് അതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ജായമാനേ ജനാർദ്ദനേ, ജനാർദ്ദനൻ ജനിച്ചു. എവിടെ നിന്നാണ് ജനിച്ചത്? ദേവക്യാം ദേവരൂപിണ്യാം. ഒരു ദേവതയാണോ എന്ന് തോന്നത്തക്ക വിധം ശോഭിച്ചു നിൽക്കുന്ന ദേവകിയിൽ നിന്നും ഭഗവാൻ അവതരിച്ചു, ആവിർഭവിച്ചു. എങ്ങനെയുള്ള ഭഗവാൻ? വിഷ്ണു സർവഗുഹാശയ. വിഷ്ണു എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. സർവഗുഹാശയ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നവൻ. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ആ നാരായണൻ തന്നെ ജനാർദ്ദന ഭാവത്തിൽ അവിടെ ആവിർഭവിച്ചു. ആവിരാസീത് യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല. കിഴക്കേ ദിക്കിൽ നിന്നും ചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരിക എന്ന പ്രയോഗത്തിൽ നിന്നും 2 കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. ഒന്ന്, ഭഗവാൻ ജനിച്ചു എന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ ജനിക്കുന്നില്ല, എന്നുമുള്ള വസ്തുവാണ് ഭഗവാൻ. അപ്പൊ ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചന്ദ്രൻ ജനിക്കല്ല, അതിനു മുമ്പും ചന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ദർശനം ലഭിക്കുന്നത് ആ സമയത്താണ്. അതേപോലെ എല്ലായിടത്തും എല്ലാ കാലത്തുമുള്ള നാരായണൻ, ആ ജനാർദ്ദനൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ചന്ദ്രൻ ഉദിച്ചതുപോലെ എന്ന് പറഞ്ഞത്. ഇനി ചന്ദ്രൻ എങ്ങനെയുള്ള ചന്ദ്രനാണ്? പൂർണ്ണചന്ദ്രനാണ്, പുഷ്കല ചന്ദ്രനാണ്. പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് കൊണ്ട് ഭഗവാൻ തൻ്റെ പൂർണ്ണതയിലാണ് അവതരിച്ചത്, പൂർണ്ണഭാവത്തിൽ. ഏതേ ചാംശകലാ പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും അംശകലകളാണ്. എന്നാൽ കൃഷ്ണൻ ഭഗവാൻ സ്വയം തന്നെയാണ്. വൈകുണ്ഠത്തിൽ ആരാണോ വസിക്കുന്നത്, ബ്രഹ്മാവിന് ആ വിഗ്രഹം ആരാണോ നൽകിയത്, ആ നാരായണൻ, ആ ജനാർദ്ദനൻ അങ്ങനെ തന്നെ ഭൂമിയിൽ പ്രത്യക്ഷമായി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പുഷ്കല എന്ന ശബ്ദം. പൂർണ്ണമൂർത്തിയാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഗ്രഹിക്കാം. ഭഗവാനും, അതായത് കൃഷ്ണനും നാരായണനും ഒന്ന് തന്നെ, രണ്ടല്ല. അപ്പൊ ഇവിടെ നാരായണനാണ് ഉപാസന, എന്നാൽ കൃഷ്ണന്റെ ഭാവത്തിലാണ്. അത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം രണ്ടും ഒന്ന് തന്നെ. കൃഷ്ണൻ നാരായണൻ തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. ഒരു ഭേദവും അവർ തമ്മിലില്ല. അവിടെ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തന്നെ താഴേക്ക് ഇറങ്ങി വന്ന ഭാവമാണ് ഭഗവാൻ. പൂർണ്ണാവതാരം എന്ന് അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രമത്തിൽ, ക്രിയയിൽ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഇവിടുന്ന് നമുക്ക് ഉൾക്കൊള്ളാം. ഇത് കഴിഞ്ഞ് ഇങ്ങനെ ആവിർഭവിച്ചിട്ടുള്ള ആ മൂർത്തിയെ വസുദേവരും ദേവകിയും കാണുകയാണ്. അപ്പോൾ ദേവകിയുടെ പുത്രനായിട്ടാണ് ആവിർഭവിച്ചത്. പക്ഷെ ആവിർഭവിച്ചതിലുള്ള സാക്ഷാത് നാരായണൻ, ജനാർദ്ദനനാണ്.
അപ്പൊ ആ ജനാർദ്ദനനെ വസുദേവരും ദേവകിയും കണ്ടത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭാവം എന്താണെന്ന് ഭാഗവതം വർണ്ണിക്കുന്നു. ഈ ഭാവം മനസ്സിലാക്കിയാൽ നമുക്ക് ഗുരുവായൂരപ്പന്റെ ഭാവവും കിട്ടും. എന്താണ് പറയുന്നതെന്ന് നോക്കാം. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മംഗലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടല ത്വിഷാപരിഷ്വക്തസഹസ്രകുന്തലം ഉദ്ദാമകാഞ്ചംഗദകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവര് കണ്ടു. ആരെയാണ് കണ്ടത്? തം അദ്ഭുതം ബാലകം അംബുജേക്ഷണം, ബാലകനെയാണ് കണ്ടത്. മൂർത്തിയുടെ ഭാവം എന്താണ്? ഇവിടുന്ന് തന്നെ ഗ്രഹിച്ചു. ബാലക ഭാവമാണ്, കുട്ടിയുടെ ഭാവമാണ്. കാരണം ഉപാസിച്ച മൂർത്തിയുടെ ഫലമായിട്ടാണ് അവർക്ക് ഈ പുത്രനെ ലഭിച്ചത്, ഈ ഒരു ഭാവം ലഭിച്ചത്. അതുകൊണ്ട് മൂർത്തിയുടെ ഭാവം ബാലക ഭാവമാണ്. സാധാരണ ബാലകനാണോ? അല്ല, അദ്ഭുത ബാലകനാണ്. അദ്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് അപ്പുറം നിൽക്കുന്നത്, യുക്തിയിൽ ഒതുങ്ങാത്തതെല്ലാം അദ്ഭുതമാണ് നമുക്ക്. അങ്ങനത്തെ അദ്ഭുതമാണ്. കാരണം പ്രപഞ്ചത്തിന് മുഴുവൻ അതീതനായി നിൽക്കുന്ന നാരായണൻ ഇതാ ഒരു രൂപമെടുത്ത് വന്നിരിക്കുന്നു. അത് യുക്തി കൊണ്ട് ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ട് അദ്ഭുതമായിരിക്കുന്ന ബാലകനാണ് വന്നത്. അംബുജേക്ഷണം, താമരയുടെ കണ്ണുപോലത്തെ, താമരയുടെ ഇതളുപോലത്തെ കണ്ണുള്ളവനായിരുന്നു ആ ഭഗവാൻ. ചതുർഭുജം, അദ്ദേഹത്തിന് 4 കൈകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ശംഖ്, ചക്രം, ഗദ എന്ന ആയുധങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞു ജനാർദ്ദന ഭാവമാണെന്ന്. അപ്പോൾ ഈ ശംഖും ചക്രവും ഗദയും പത്മവും ധരിച്ചിരുന്നു. അതിന്റെ ക്രമവും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഭാവത്തിൽ ഭഗവാൻ അവതരിച്ചു. ശ്രീവത്സ ലക്ഷ്മം, ശ്രീവത്സം എന്ന ഒരു ചിഹ്നം അദ്ദേഹത്തിന്റെ വക്ഷസ്ഥലത്തുണ്ട്. അത് ശ്രീദേവിയുടെ സൂചനയാണ്. അപ്പൊ ലക്ഷ്മിയും ഒപ്പമുണ്ട്. ലക്ഷ്മി സമേതനായിട്ടാണ്. ലക്ഷ്മിയുണ്ട്, ലക്ഷ്മിയുടെ സാന്നിധ്യം ഭഗവാന്റെ മാറിടത്തിലാണ്. അപ്പൊ അവിടെ ലക്ഷ്മിയുമുണ്ട്. ഗലശോഭി കൗസ്തുഭം, കണ്ഠത്തിൽ കൗസ്തുഭരത്നം ധരിച്ചിട്ടുണ്ട്. പീതാംബരം, മഞ്ഞപ്പട്ടാണ് ഉടുത്തിരിക്കുന്നത്. സാന്ദ്രപയോധ സൗഭഗം, നല്ല പഴുത്ത മേഘത്തിന്റെ നിറമാണ്. ഇപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നുന്ന വിധത്തിലുള്ള മേഘമാണ് പഴുത്ത മേഘം. അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേക നിറമുണ്ട്. ആ നിറമാണ്, ആ ശ്യാമവർണ്ണമാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലം, ഒരുപാട് വിലപിടിപ്പുള്ള വൈഡൂര്യങ്ങൾ പതിച്ചിട്ടുള്ള കിരീടങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. കുണ്ടലങ്ങൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാന്തിയാൽ അദ്ദേഹത്തിന്റെ മുടി, അതാണ് രണ്ടാമത്തെ, തുഷാപരിഷ്വക്ത സഹസ്രകുന്തലം, അദ്ദേഹത്തിന്റെ മുടി അതിന്റെ കാന്തി കൊണ്ട് ശോഭിക്കുകയാണ്. കാറ്റത്ത് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പൊ ഈ കിരീടത്തിന്റെയും കുണ്ടലത്തിന്റെയും ആ കാന്തി അതിൽ തട്ടി ആ മുടിയും ശോഭിക്കുന്നുണ്ട്. ഉദ്ദാമ കാഞ്ചങ്കത കങ്കനാദിപി, അദ്ദേഹം അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്, അങ്കദം ധരിച്ചിട്ടുണ്ട്, കങ്കണം ധരിച്ചിട്ടുണ്ട്, ഒക്കെ തിളങ്ങുന്നുണ്ട്. ഇതെല്ലാം ധരിച്ചുകൊണ്ട് വിരോചമാനം, അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തരുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ കൃഷ്ണൻ, ആ നാരായണൻ, ആ ജനാർദ്ദനനെ വസുദേവര് കണ്ടു. വസുദേവ ഐക്ഷത എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭാവം എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബാലക ഭാവമാണ്. കാരണം ഉപാസിച്ച മൂർത്തിയുടെ ദർശനമാണിത്. അപ്പോൾ ആ മൂർത്തി ബാലക ഭാവത്തിലുള്ള നാരായണൻ തന്നെയാണ്. ഇവിടെ ദേവക്യാം ദേവരൂപിണ്യാം എന്ന് പറഞ്ഞു. ദേവകിയിൽ നിന്നുമാണ് ആവിർഭവിച്ചത്. ദേവകിയിൽ നിന്നും ആവിർഭവിച്ചത് കൃഷ്ണനാണ്. അതുകൊണ്ട് കൃഷ്ണമൂർത്തിയാണ്. എന്നാൽ കൃഷ്ണൻ തന്നെയാണ് നാരായണൻ എന്ന് ഭാഗവതം സ്ഥാപിക്കുന്നുണ്ട്. അപ്പം നാരായണനുമാണ്. നാരായണൻ അങ്ങനെ തന്നെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭാവത്തിന് കൃഷ്ണൻ എന്ന് വിളിച്ചു. എന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്, ഭേദമില്ല. അപ്പൊ ഇവിടെ നാരായണ ക്രമത്തിൽ ഉപാസന നടത്തിയാലും കൃഷ്ണനാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നാരായണൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് ഭാഗവതം സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഭഗവാന്റെ ഭാവം മനസ്സിലായി. ഇനി ഈ ഭാവത്തിൽ ഭഗവാൻ തന്നെ ഉപാസിക്കണമെന്ന് അവരെ ഉപദേശിക്കുന്നുണ്ട്. അതായത് ഭഗവാൻ ആദ്യം ആവിർഭവിച്ചു, രണ്ടുപേരും കണ്ടു, വളരെ സന്തോഷമായി. സന്തോഷമുള്ളിൽ നിറയുന്ന സമയത്ത് സ്തുതി പുറത്തേക്ക് വരും. അപ്പോൾ വസുദേവര് ഭഗവാനെ സ്തുതിച്ചു, പിന്നീട് ദേവകി ഭഗവാനെ സ്തുതിച്ചു. രണ്ടുപേരുടെയും സ്തുതി കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ 3ാമത്തെ ജന്മമാണ്. നിങ്ങൾ ആദ്യം കൃഷ്ണിയും സുതപസ്സുമായും പിന്നീട് അദിതിയും കശ്യപനായും ഇപ്പോഴിതാ 3ാമത് ദേവകയും വസുദേവരുമായിട്ട് ജനിച്ചിരിക്കുന്നു. 3ലും നിങ്ങൾ എന്നെ ഉപാസിച്ചു. ഇതേ ഭാവത്തിൽ 3ലും ഞാൻ നിങ്ങൾക്ക് പുത്രനായി വന്നു. എന്നാൽ ഈ 3ാമത്തെ ജന്മത്തിൽ ഞാൻ നിങ്ങൾക്ക് മോക്ഷം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാവത്തിൽ വന്നത്, മൂർത്തിയുടെ യഥാർത്ഥ ഭാവത്തിൽ ഞാൻ ആവിർഭവിച്ചത്. കാരണം ഈ ഭാവത്തിൽ എന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ബ്രഹ്മത്തോടുള്ള സ്നേഹമായി മാറും. അതിവിടെ ഭഗവാൻ പറയുന്നുണ്ട്.
യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേധേ മദ്ഗതിം പരാം. നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള 2 ജന്മത്തിലും എന്നോട് പുത്രഭാവത്തിലുള്ള വാത്സല്യം ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പൂർണ്ണതയെ നിങ്ങൾ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഭാവത്തിൽ ആവിർഭവിച്ചത്. ഇതാണ് എൻ്റെ പൂർണ്ണത. നിങ്ങൾ ഉപാസിച്ചത് ആരെയാണോ അതിതാണ്. ഈ ഭാവത്തിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ബ്രഹ്മമാണ്. അപ്പോൾ പുത്രനായി കണ്ട് ആ പുത്രനോടുള്ള സ്നേഹം നിങ്ങൾ വാരിക്കോരി നൽകുമ്പോഴും നിങ്ങളുടെ പുത്രൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ ഗതിയെ കിട്ടും. ജനങ്ങൾക്ക് ഗതിയായിരിക്കുന്നവനാണ് ജനാർദ്ദനൻ. അപ്പോൾ ആ ഗതി ഞാൻ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങൾക്ക് വൈകുണ്ഠം നൽകും, മുക്തി നൽകും. അതാണ് പരമമായ ഗതി. ജീവിതത്തിൻ്റെ ലക്ഷ്യവും അതാണ്. അപ്പോൾ ഭഗവാനെ ഉപാസിക്കേണ്ടത് പുത്രഭാവത്തിലാണെന്നും അത് ബ്രഹ്മമാണെന്ന ബോധത്തോടെയുമാണെന്ന് തൻ്റെ മാതാപിതാക്കളോട് ഭഗവാൻ പറയാണ്. ഇത് ഭക്തർക്കെല്ലാമുള്ള ഉപദേശമാണ്. ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ് താൻ വന്നിരിക്കുന്നത്. ആ ഭാവത്തിൽ എന്നെ കണ്ടാൽ മതി. എന്നാൽ ഉണ്ണിക്കണ്ണനാണെന്ന് പറയുമ്പോൾ കുട്ടിയാണെന്ന് കരുതി അതിൽ മോഹിച്ചു പോകരുത്. ഞാൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമാണെന്നുള്ള ബോധത്തോടു കൂടി വേണം എന്നെ ഈ ഭാവത്തിൽ കാണാൻ. അങ്ങനെ കണ്ട് ഉപാസിച്ചാൽ നിങ്ങൾ എന്നെ ഈ ദേവതാഭാവത്തിൽ തന്നെ ഉപാസിച്ചോളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മപദം കിട്ടും. ഇത് ഭഗവാന്റെ വളരെ വലിയൊരു രഹസ്യമാണ്. ഭഗവാൻ നമുക്ക് നൽകുന്ന വളരെ ഗഹനമായ ഉപദേശമാണ്. ഈ ബ്രഹ്മഭാവത്തെയാണ് ഇവിടെ ഗുരുവായൂരിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തരും ദർശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ ഒരു മഹാത്മാവായിരുന്നു നാരായണ ഭട്ടതിരി. മേൽപുത്തൂര് തൻ്റെ നാരായണീയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉറപ്പിക്കുന്ന കാര്യം ഇത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മതത്വമാണ് ഇവിടെ ശോഭിക്കുന്നതെന്നാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ ആ ബ്രഹ്മം തന്നെ ഒരു മൂർത്തി എടുത്തു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഭഗവാൻ തന്നെ പറഞ്ഞ ഉപദേശത്തെ നാരായണ ഭട്ടതിരിയും പൂന്താനവും ഒക്കെ അനുഭവിച്ചു. അതുകൊണ്ടാണ് അവർ ഉണ്ണിക്കണ്ണനായി കണ്ടപ്പോഴും അവർക്ക് ഏറ്റവും പരമമായ ബോധമാണ് ഇവിടെ ഉള്ളതെന്നുള്ള അനുഭവം ഉണ്ടായത്. അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടി ഭഗവാനിലൂടെ. അപ്പൊ ഇവിടെ വരുന്ന ഓരോ ഭക്തരും അവരേത് തലത്തിലുള്ളവരാണെങ്കിലും അവരിവിടെ ഉണ്ണിക്കണ്ണനെ കാണുമ്പോൾ, ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ ആ കുസൃതിയെല്ലാമുള്ള കുട്ടികളുടേതായ ആ ഒരു ഭാവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് ലീലയാടുന്ന ആ ഭാവത്തിൽ നമുക്കെല്ലാം മനസ്സിനെ ആകർഷിക്കുന്ന ഭാവമാണത്. ആ ഭാവത്തിൽ വളരെ കൗതുകത്തോടു കൂടി വന്ന് ഇവിടെ ഭഗവാനെ ഉപാസിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ഇത് ബ്രഹ്മം തന്നെയാണ്. കുട്ടിയാണെന്ന് കരുതി ആ ലീലകൾ കാണാനുള്ള താല്പര്യത്തിൽ അതിൽ മുഴുകിപ്പോയി ഇത് ബ്രഹ്മമാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടാൽ സൽഗതി നമുക്കില്ല. നമ്മളിവിടെ കുടുങ്ങിപ്പോകും. അപ്പൊ ഭഗവാനെ കാണുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ, കാരണം ദേവതയ്ക്ക് പ്രത്യേകതയുണ്ട്, പക്ഷെ ദേവത പ്രതിനിധാനം ചെയ്യുന്നത് എപ്പോഴും പരബ്രഹ്മത്തെയാണ്. അപ്പോൾ ഒരു സാധാരണ ക്ഷേത്രത്തിലും ഈ തത്വം പ്രസക്തമാണ്. എന്നാൽ ഗുരുവായൂരിൽ വിശേഷിച്ചും പ്രസക്തമാണ്. കാരണം ആ പരബ്രഹ്മ കട്ട തന്നെയാണ് ഇവിടെ മൂർത്തിയായിരിക്കുന്നത്. ഇപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭഗവാന്റെ ദേഹമാണെന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേത്രത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ തൊഴണം. കാരണം നമ്മൾ കാണുന്നത് ദേവനെയാണ്. ഇന്ന് പലരും ചുറ്റമ്പലത്തിലൊക്കെ നിന്ന് നാട്ടുവർത്താനം പറഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാം. ഒരു ശ്രദ്ധയുമില്ലാതെ പുച്ഛഭാവത്തോടു കൂടി നടക്കുന്നത് കാണാം. കാരണം അവരുടെ ഉള്ളിലുള്ള ധാരണ ആ വിഗ്രഹത്തിൽ മാത്രമാണ് ദേവൻ ഉള്ളതെന്നാണ്. അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ മുമ്പിൽ പോയി നിന്നാൽ മാത്രം നല്ല കുട്ടിയായാൽ മതി, പുറത്ത് എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നാണ്. എന്നാൽ അത് മുഴുവൻ ഭഗവാന്റെ ദേഹമാണ്, ദേവന്റെ ദേഹമാണ്. ഗുരുവായൂരപ്പനാണ് ആ ക്ഷേത്രം മുഴുവൻ എന്ന ബോധം നമുക്കുണ്ടാവണം. അപ്പൊ ആ ഗോപുരം കാണുമ്പോൾ തന്നെ ഭഗവാന്റെ പാദമാണ് കാണുന്നത്, ഭഗവാന്റെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന ബോധത്തോടെ പ്രവേശിക്കണം. അവിടെ ഭഗവാന്റെ അനുഭവം നമുക്ക് ആ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിൽ തന്നെ സിദ്ധിക്കുമ്പോഴും ഇത് സാക്ഷാത് പരബ്രഹ്മ തത്വം തന്നെയാണെന്നുള്ള ഓർമ്മയും നമുക്കുണ്ടാവണം. ആ ചിന്തയോടുകൂടി ആ ഉണ്ണിക്കണ്ണനെ ഉപാസിച്ചാൽ നമുക്കും പരമമായ ഗതി കിട്ടും. ഇത് ഉറപ്പാണ്. ഈ ഉറപ്പാണ് ഭാഗവതത്തിലൂടെ വേദവ്യാസർ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇങ്ങനെ ഐതിഹ്യത്തിലൂടെയും നമുക്ക് ഭഗവാന്റെ തത്വത്തെ ഗ്രഹിക്കാൻ സാധിക്കും. ഇത് പരമമായ സത്യമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഇവിടെ പങ്കുവെച്ചു എന്ന് മാത്രം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ ഭഗവാനെ ഉപാസിക്കാനുള്ള അവകാശമുണ്ട്. ക്ഷേത്രമര്യാദകൾ പാലിക്കണമെന്ന് മാത്രം. ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെയുള്ള ഭാവത്തിലാണ് നമ്മൾ ഉപാസിക്കേണ്ടത്.
ഇനി ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ആരറിയുന്നു? ശിവമഹിംന സ്തോത്രം രചിച്ചിട്ടുള്ള പുഷ്പദന്തൻ ഭഗവാനെ ഒരുപാട് സ്തുതിച്ചു കഴിഞ്ഞ് അവസാനം പറയുന്നൊരു ശ്ലോകമുണ്ട്. അത് എല്ലാ പാഠത്തിലും കാണില്ല, ചില പാഠങ്ങളിൽ അത് കാണാം. തവതത്വം ന ജാനാമി കീദൃശോസി മഹേശ്വര യാദൃശോസി മഹാദേവ താദൃശായ നമോ നമഃ. അല്ലയോ മഹാദേവ, അങ്ങയുടെ തത്വം എനിക്ക് അറിയില്ല. അതറിയുന്നത് അങ്ങയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങ് മാത്രമാണ് അങ്ങയെ അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമസ്കരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പം ഞാൻ നമസ്കരിക്കുന്നു അങ്ങേ. അങ്ങ് ആരാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ യാഥാർത്ഥ്യവും ഇത് തന്നെയാണ്. ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ മാത്രമാണ് മനസ്സിലാക്കുന്നത്. നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റുന്ന പൊരുളല്ല, നമ്മുടെ മനസ്സിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന പൊരുളല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ അങ്ങ് എങ്ങനെയുള്ളവനാണെങ്കിലും അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന ഭാവത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ ചൈതന്യത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ശരിയായ രീതിയിൽ ഉപാസിക്കാൻ പറ്റും. കാരണം ഭഗവാന്റെ കരുണയുണർന്ന് ഭഗവാൻ തന്നെ നമുക്ക് വഴികാട്ടും. അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഏത് ഭാവമാണെന്നൊന്നും നമുക്കറിയില്ലെങ്കിൽ നമസ്കാരം കൊടുക്കുക. ഒന്നും സങ്കല്പിക്കാതെ വെറുതെ നമസ്കരിക്കുക. ഭഗവാനെ അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല, അങ്ങേക്ക് നമസ്കാരം എന്ന ഭാവത്തിൽ നമസ്കരിച്ചാൽ തന്നെ നമുക്ക് ആ ക്ഷേത്ര ദർശനത്തിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കും. ഇപ്പോൾ ഭഗവാനെക്കുറിച്ച് ഈ ഒരു കാര്യം പറയണമെന്ന് കുറച്ചു കാലമായി മനസ്സിലുണ്ടായിരുന്നു. ഇന്നാണത് സാധിച്ചത്. അത് സാധിപ്പിച്ചു തന്ന ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ഓർത്ത് പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ തത്വത്തെ എന്നിലൂടെ അദ്ദേഹം തന്നെ പ്രദർശിപ്പിച്ചു എന്ന വിശ്വാസത്തോടെ ഈ ഒരു വ്യാഖ്യാനത്തെ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരിയും.